ആഭിമുഖ്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഇത് ഒരു പാർട്ടി കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അടിസ്ഥാനപരമായി ഒരു ജാള്യതയുമില്ലാതെ ഈ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാന CPMൻ്റെ സെക്രട്ടറി ഈ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ DCC ഓഫീസ് ഉൾപ്പെടെ ഇന്നലെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോഴും നിങ്ങളിൽ പലർക്കും ലഭിക്കുന്ന വിവരങ്ങൾ ഓരോ സ്ഥലത്തെയും കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ആക്രമിക്കപ്പെടുകയും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആരാ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി? ഈ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടതാരാണ്? KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കളോ ആണോ? യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കക്കാരാരാണ്? ഈ പറഞ്ഞ സ്പീക്കർ AN ഷംസീറും ഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രിയല്ലേ? ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്, ഒരു തരത്തിലുള്ള പരിക്കും മന്ത്രിക്കില്ല. കൃത്യമായ നാട്യത്തിനപ്പുറത്തേക്ക് ഒരു പരിക്കും മന്ത്രിയെ സംബന്ധിച്ചില്ല. മന്ത്രി വീണ ജോർജിന് ഒരു പരിക്കും, ഇനി അഥവാ ഇനി പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും പരിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ആക്രോശമായിരുന്നു ഇന്നലെ. ആ ആക്രോശത്തിനിടയിൽ വല്ല കഴുത്ത് ഉളുക്കിയിട്ടുണ്ടെങ്കിലായി, അതും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അനുമാനിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഞങ്ങളൊരു വെല്ലുവിളി നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഒരു മെഡിക്കൽ ബോർഡിന്, ഞങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഒരു പരിശോധനയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ദൃശ്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. CCTVയുടെ പൊടി പോലും കാണാനില്ല. പൊടി പോലും കാണാനില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ അറിവിലേക്ക് തന്നെ പറയാം. നിങ്ങൾക്കിപ്പോഴും പോയി നോക്കിയാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് തൊട്ടടുത്ത് കൃത്യമായി CCTV ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. ആ ദൃശ്യത്തിൽ എന്തായാലും വീണ ജോർജിൻ്റെ ദേഹത്ത് പോയിട്ട്, ഈ പറഞ്ഞ ഗൺമാൻ്റെ പോയിട്ട്, അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ ദേഹത്ത് പോലും ഒരു പോറലേൽക്കുന്ന വിഷ്വൽ ആ CCTV ദൃശ്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം വെളിച്ചം കാണാനും പോകുന്നില്ല. പക്ഷേ അത് സംഘടിപ്പിക്കാനുള്ള വഴി ഞങ്ങൾ നോക്കുന്നു. ഇതിലും വലിയ CCTV പോലീസുകാരുടെ അടുത്തുനിന്ന് എടുത്ത പാരമ്പര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. സമാനമായ രീതിയിൽ അതിന് സാധ്യമായ എല്ലാ മാർഗ്ഗവും ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ അത് പ്രൂവ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കള്ളക്കേസ് എടുത്ത് ജയിലിൽ കിടക്കുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതിലുൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരുടെയും ജാമ്യം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പോലീസ് അവിടെയും ഒരു അതിബുദ്ധി കാണിച്ചു. രാത്രി പുലർച്ചെ 2:40 മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുകയാണ്. ഒരു ജാമ്യത്തിലുള്ള വാദത്തിന് പോലും അവസരം നൽകാത്ത രീതിയിലേക്കുള്ള, ഒരുപക്ഷെ ഒരു ഓപ്പൺ കോർട്ടിൽ ഈ ജാമ്യം പരിഗണിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ വലിയ രീതിയിൽ സർക്കാരിനും പോലീസിനൊക്കെ തിരിച്ചടി നേരിടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന ഒരു സ്ഥിതിവിഷയത്തിലെ കാര്യങ്ങൾ എത്താതിരിക്കാൻ തന്ത്രപരമായ നീക്കം തുടക്കം മുതൽ ഉണ്ടായി എന്നാണ് ഈ തിരക്കഥയുടെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിച്ചത്.